ആത്മാവേ ആത്മാവേ റുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ റുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവ ദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ ഈശോതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും റുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. നീ തകർന്നവനാണോ മകനേ, നീ തളർന്നവളാണോ മകളേ. ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ. യേശു നായകൻ, യേശു നായകൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഇന്നേ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് തന്ന ദൈവസ്വര സന്ദേശം ഒരു തിരുവചനമാണ്. സങ്കീർത്തനം 32:3 കർത്താവ് ഒരു ദൈവസ്വര സന്ദേശമായി നമുക്കെല്ലാവർക്കും തരികയാണ്. നമുക്ക് ആ വചനം തന്നെ ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 32:3 ഏറ്റുപറയുന്നു: ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എന്റെ ശരീരം ക്ഷയിച്ചുപോയി. രാവും പകലും അങ്ങയുടെ കരം എന്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ എന്റെ ശക്തി വരണ്ടുപോയി. എന്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു. എന്റെ അകൃത്യം ഞാൻ മറച്ചുവെച്ചില്ല. എന്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആശയമാണ്, നമ്മൾ പാപം ചെയ്താൽ നമുക്ക് പാപമോചനം കിട്ടണമെങ്കിൽ നമ്മൾ ആ പാപം ദൈവസന്നിധിയിൽ എളിമയോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ക്ഷമ ചോദിക്കണം. അത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആശയമാണ്. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 13-ാം തിരുവചനം നമുക്കെല്ലാവർക്കും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാവില്ല. അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഒരു കാലത്തും ഐശ്വര്യമുണ്ടാവില്ല. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിൽ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: എത്രയേറെ താളിയും കാരവും തേച്ച് കുളിച്ചാലും നിന്റെ പാപക്കറ എൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കുമെന്ന് ദൈവമായ കർത്താവ് അരുൾ ചെയ്യുകയാണ്. നമ്മൾ എത്ര കാലഘട്ടം, എത്ര കാലങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ പാപം ഒരിക്കലും ചതില് പിടിച്ചു പോകില്ല. നമ്മുടെ പാപം ഒരിക്കലും തേഞ്ഞു മാഞ്ഞു പോകില്ല എന്നാണ് പറയുക. കാലം ഒരിക്കലും പാപത്തെ മായ്ച്ചു കളയില്ല. പാപം മാഞ്ഞു പോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്
ആ പാപം ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറയണം. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 20-ാം അധ്യായം 3-ാം തിരുവചനം ഒരിക്കൽ കൂടി ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാഷകൻ 20:3 ഏറ്റുപറയുന്നു, കുറ്റം ഏറ്റുപറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞുകിട്ടും. കുറ്റം ഏറ്റുപറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞുകിട്ടും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും കർത്താവ് ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തരുന്ന ദൈവവചന സന്ദേശം വെളിപാട് പുസ്തകം 2-ാം അധ്യായം 5 മുതലുള്ള തിരുവചനമാണ്. നമുക്ക് ആ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കണ്ടോ, വെളിപാട് പുസ്തകം വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആശയമാണ്. പാപം ചെയ്തു പോയാൽ ആ പാപമോചനം, ആ പാപത്തിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ നമ്മൾ ആ പാപം ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. അത് ആദ്യം പുസ്തകങ്ങളിൽ തന്നെ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, നിയമാവർത്തന പുസ്തകത്തിൽ തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. സംഖ്യയുടെ പുസ്തകത്തിൽ 5-ാം അധ്യായം 5 മുതലുള്ള തിരുവചനം നമ്മൾ ഇന്നേ ദിവസം പ്രത്യേകം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കുമ്പസാരിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. കുമ്പസാരിക്കാനുള്ള ഭയം കർത്താവ് ഈ സമയം നമ്മെ ഒന്ന് എടുത്തു മാറ്റട്ടെ. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സംഖ്യ 5:5. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യ സഹജമായ ഏതെങ്കിലും തെറ്റ് ചെയ്ത് കർത്താവിനോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ തന്റെ തെറ്റ് ഏറ്റുപറയണം. മുഴുവൻ മുതലും അതിൽ 5-1 കൂടി താൻ ദ്രോഹിച്ച വ്യക്തിക്ക് തിരിച്ചു കൊടുത്ത് അവൻ പൂർണ്ണ നഷ്ടപരിഹാരം ചെയ്യണം. ഇരുകരമുയർത്തി സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയായി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരിരിരി കുമ്പസാരിക്കാൻ തീരുമാനമെടുക്കാം. പാപം ഏറ്റുപറയാൻ തീരുമാനമെടുക്കാം. പാപം ഏറ്റുപറയാനുള്ള ലജ്ജ, നാണം, അച്ഛന്മാരെന്ത് കരുന്നുള്ള ചിന്തകളെല്ലാം മാറിപ്പോട്ടെ. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. സഖ്യവൂസ് തന്റെ പാപം ഏറ്റുപറഞ്ഞതുപോലെ ഏറ്റുപറയുക. യെശയ്യാ പ്രവാചകൻ തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞതുപോലെ ഏറ്റുപറയുക. ഞാൻ പാപം ഏറ്റുപറയാതിരുന്നപ്പോ ദിവസം മുഴുവൻ കരഞ്ഞ് എന്റെ ശരീരം മുഴുവൻ ക്ഷയിച്ചു പോയി. വേനൽക്കാലത്തെ ചൂട് കണ്ടെന്ന പോലെ എന്റെ ശക്തി വരണ്ടുപോയി. പാപം ഏറ്റുപറയാനുള്ള കൃപ ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപം ഏറ്റുപറയാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. അനുതാപം, പശ്ചാത്താപം, പാപബോധം പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് തരണമേ. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്ന് ഉച്ചത്തിലൊന്ന് വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങളടിച്ചോണ്ട് ഈ വചനത്തിന്റെ ശക്തി വന്ന് വ്യാപരിക്കട്ടെ. അനുതാപത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ വചനമിതാ, യേശുവിൻ വചനമിതാ, വിടുതലിൻ വചനമിതാ, വിടുതലിൻ വചനമിതാ, സൗഖ്യത്തിൻ വചനമിതാ, സൗഖ്യത്തിൻ വചനമിതാ, സർവശക്തന്റെ വചനമിതാ, സർവശക്തന്റെ വചനമിതാ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. എഫാത്ത, 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 സ്വർഗം തുറന്നിടട്ടെ. എഫാത്ത, 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 സ്വർഗം തുറന്നിടട്ടെ.
എഫാത്ത 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 സ്വർഗം തുറന്നിടട്ടെ. വചനത്തിന്റെ ശക്തി വന്ന് വ്യാപരിക്കട്ടെ. എഫാത്ത തുറക്കപ്പെടട്ടെ. ശക്തമായി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പോരാ പോരാ പോരാ. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലൽപ്പം മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിലെ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഈ ശുശ്രൂഷയിൽ ആരൊക്കെ എപ്പോഴൊക്കെ പങ്കെടുക്കുന്നുണ്ടോ അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണേ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടുത്തണേ, തിരത്തെത്താ കഴിയണമേ. സകല ശുദ്രം, മന്ത്രവാദ, അഭിചാരം, ഗൂഢോത്രം, ദുഷിദോഷം, പൈശാചി ആക്രമണം, പീഡകള്, ബാധകള് ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയും ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവ്വശക്തനായ ദൈവത്തിന്റെ ശക്തിയ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമറിയ ശക്തിയേറിയ മധ്യസ്ഥാലും മികാർ അപ്പായ ഗബ്രിയേൽ മാലാഖമാരുടെ ശക്തമായ സാന്നിധ്യത്താലും സംരക്ഷണത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലൂടെ, വായിലൂടെ, വസ്ത്രത്തിലൂടെ, ഭക്ഷണത്തിൽ കടന്നു വന്ന മാനസികമായ, ശാരീരിക, ആത്മീയമായുള്ള, മാനസികവും പ്രാപഞ്ചികവും പൈശാചികവുമായുള്ള സകല ബന്ധനങ്ങളും മത്തായി 4:10, ലൂക്കാ 4:10, മർക്കോസ് 16:5, 1 യോഹന്നാൻ 3:8 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്രൻ വന്ദിക്കും. അതിന് ശക്തിയാണ് സകലവിധ പ്രകൃതിക്ഷോഭങ്ങൾ, ഇടിവിന്റെ നാശനഷ്ടങ്ങള്, ഉറപ്പ്, ഉദ്ദേശം, വാശി, വൈരാഗ്യം, തർക്കം, കലഹങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികള്, ജഡികാസ, ദ്രവ്യാസത്തി, കോപാസത്തി, സ്വയംഭോഗം, സവർഗഭോഗം, തെറ്റായ ബന്ധങ്ങൾ, സ്നേഹങ്ങള്, വ്യഭിചാര, ദുർബുദ്ധ, അഹങ്കാര, അസൂയ, അലസ, മോഹം, കോപം, കൊതി, വിവാഹ തടസ്സം, ജോലി തടസ്സം, വിൽപ്പന തടസ്സം, യാത്രാ തടസ്സം, പഠനതടസ്സം, കോടതി കേസ്, സാമ്പത്തിക ബുദ്ധിമുട്ട്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക്, ആന്തരിക, ബാഹ്യത്തിന് ചെറുതും വലുതുമായ രോഗപീഠകള്, അമിതമായ ഭയം, ദുഃഖം, നിരാശ, അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടാവാടി സ്വഭാവങ്ങള്, എല്ലാ വൈകാരിക രോഗപീഠകൾ, ആന്തരിക മുറിവുകള്, വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ, സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ, വചനം വായിക്കാൻ, ചൗമാചല തടസ്സങ്ങള്, രോഗശാന്തിയുടെ തടസ്സങ്ങള്, വന്യജീവികളുടെ, ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങള്, അതിന്റെ പിന്നിപ്പൊതിക പൈശാചിക, അരൂപി, അന്ധകാര ശക്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. ഈശോയുടെ കുരിശിനെ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ പ്രവേശിക്കുന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. 3 പ്രാവശ്യം യേശുവേ എന്ന് ഉച്ചത്തിലൊന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. കരങ്ങളടിച്ച് കടബാധ്യതകൾ, തകർച്ചകൾ, കൃഷിനാശം, തൊഴിൽ പരാജയം, ജോലി, വിവാഹ തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിടട്ടെ. കടബാധ്യതകൾ, തകർച്ചകൾ, കൃഷിനാശം, തൊഴിൽ പരാജയം, ജോലി, വിവാഹ തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിടട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. എഫാത്ത 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 സ്വർഗം തുറന്നിടട്ടെ. എഫാത്ത 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 സ്വർഗം തുറന്നിടട്ടെ. എഫാത്ത 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 സ്വർഗം തുറന്നിടട്ടെ. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് എല്ലാവരും സ്തുതിച്ച് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. കടബാധ്യതകൾ, തകർച്ചകൾ, കൃഷിനാശം, തൊഴിൽ പരാജയങ്ങൾ മാറിപ്പോട്ടെ. വിവാഹ തടസ്സങ്ങൾ മാറിപ്പോട്ടെ. വിൽപ്പന തടസ്സം, യാത്രാ തടസ്സം, പഠന തടസ്സം മാറിപ്പോട്ടെ. എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ച് സ്തുതിപ്പിന് വലിയ പ്രാധാന്യം കൊടുത്ത് അറിയാവുന്ന പോലെ ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ 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 വിശ്വാസത്തോടെ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ക്ഷമിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പോരാ, എല്ലാവരും സ്തുതിച്ച് ഹല്ലേലൂയ 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 ശക്തമായി സ്തുതിക്കുക. അറിയാവുന്ന പോലെ ഹല്ലേലൂയ പറയുക. ഹല്ലേലൂയ 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 ബാല 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 സ്വർഗം തുറന്നിടട്ടെ. വിശുദ്ധ കുർബാനയിൽ നോക്കിക്കൊണ്ട് സ്തുതിക്കുക. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വസ്ഥാനത്തിരുന്നുകൊണ്ട് സ്തുതിക്കുക. പല്ല് സംബന്ധമായ രോഗങ്ങളുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. പല്ലിന് തുടർച്ചയായിട്ട് കേടുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ.
പല്ല് സംബന്ധമായ രോഗങ്ങൾ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഷിയാരിയ തുറന്നൊരു കുമ്പസാരം നടത്താൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിക്കുക. പാവട്ടി എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ശക്തമായി ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. കൊല്ലം എന്നൊരു സ്ഥലപ്പേര് തരുന്നു. കൊല്ലത്തെന്ന ആ സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. തൊണ്ട സംബന്ധമായ രോഗമുള്ളവർക്ക് ഈ സമയം പ്രാർത്ഥിക്കുക. തൊണ്ട സംബന്ധമായ രോഗങ്ങൾ പലർക്കും കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ബെന്നി എന്ന പേരുള്ളൊരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സൂസി എന്ന പേരുള്ളൊരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. തലയിൽ സ്കിൻ സംബന്ധമായ രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. തലയിൽ പൊറ്റുപോലെ താരം വരുന്ന മൂടി അങ്ങനെയുള്ള അവസ്ഥയുള്ളവർ, തലയിൽ സ്കിൻ സംബന്ധമായ രോഗമുള്ളവർ, തലയിലെ ത്വക്ക് രോഗങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു പോലീസ് കേസിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. വീട് പണിയുടെ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില മക്കൾക്ക് സന്ദേശം തരികയാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം ഒഴിവാക്കാൻ ഈശോ പറയുന്നു. ഭർത്താവുമായി ദാമ്പത്യബന്ധം പുലർത്താതെ വാശി പിടിച്ച് മാറി നിൽക്കുന്നൊരു ഭാര്യയോട് ദാമ്പത്യ ധർമ്മം നിർവഹിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. മൂക്കിൽ നിന്ന് രക്തം വരുന്നൊരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ആ മകളുടെ ഭയം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. സഹോദരങ്ങളോട് വെറുപ്പിലും വിദ്വേഷത്തിലിരിക്കുന്ന മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. സങ്കീർത്തനം 133:1 വചനം കർത്താവ് അവർക്ക് തരികയാണ്. സഹോദരന്മാരും സഹോദരിമാരെല്ലാം ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. നട്ടലിന് TB ബാധിച്ചൊരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വർഷങ്ങളായുള്ള പൈൽസിൻ്റെ രോഗം മൂലം കഷ്ടപ്പെടുന്ന ഒരു സഹോദരനെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ആൻ്റണി എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ലൂയിസ് എന്നൊരു പേര് തരുന്നു. ലൂയിസ്, ആ മകൻ്റെ ജീവിതത്തിൽ ഈശോ ശക്തമായി ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ശ്വാസമുട്ട് കാരണം നെഞ്ചിൻ്റെ എക്സ്റേ എടുക്കാനിരിക്കുന്ന ഒരു വ്യക്തിയോട് ഭയപ്പെടേണ്ട എന്ന സന്ദേശം കർത്താവ് തരികയാണ്. തൂക്കക്കുറവുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് ഈ സമയം, ഒരു പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിയെ കർത്താവ് തൊട്ട് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. കൈക്കാലുകളിലെ നഖങ്ങൾ കേടുവന്നു പോകുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഉറക്കഗുളിക കഴിച്ച് മാത്രം ഉറങ്ങിയിരുന്ന 3 വ്യക്തികൾക്ക് അത് കഴിക്കാതെ തന്നെ ഉറങ്ങാനുള്ള കൃപ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. വചനം വായിച്ച ശേഷം ഉറങ്ങാൻ കർത്താവ് സന്ദേശം നൽകുന്നു. റോസ്മരിയ എന്ന പേരുള്ള ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഗർഭാശയ ക്യാൻസറുള്ള ഒരു മകളെ കർത്താവ് തൊട്ട് സുഖപ്പെടുന്നതായിട്ട് സന്ദേശം തരുന്നു. ഫ്രാൻസിസ് എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പല വ്യക്തികളുടെ മനസ്സിൽ ആകുലത കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ദൈവവചനത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള കൃപ നൽകി അവരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. മലാക്കി 3:10 വചനം കർത്താവ് ഈ സമൂഹത്തിന് തരികയാണ്. ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കാൻ ഈശോ പറയുന്നു. മദ്യം, വീഞ്ഞ് ഇത് കുടിക്കുന്ന മക്കളോട് ആ മദ്യപാനത്തിൽ നിന്ന് വീഞ്ഞു കുടിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കർത്താവ് മുന്നറിയിപ്പ് തരുന്നു. വൈദികരെയും ധ്യാന കേന്ദ്രങ്ങളൊക്കെ വിമർശിക്കുന്ന ചില മക്കളോട് നന്നായി അനുദപിക്കാൻ കർത്താവ് അനുദപിച്ച് കുമ്പസാരിക്കുക ഈശോ പറയുന്നു. ഓവറിൽ തരിതരി പോലെ കുരുക്കൾ ഉള്ള ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന സെബാസ്റ്റ്യൻ എന്ന മകനോട് ഒരു പൂർണ്ണ കുമ്പസാരം നടത്താൻ കർത്താവ് സന്ദേശം തരുന്നു. ആ മകൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു. അനേകം രോഗികളായ മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ചോദിക്കാതെ കണ്ടറിഞ്ഞ് കർത്താവിനെ സുഖപ്പെടുത്തും എന്ന് ചിന്തിക്കാതെ നീ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് നിന്നെ രോഗശാന്തി നൽകുമെന്ന് കർത്താവ് സന്ദേശം തരികയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഒത്തിരിയേറെ അനുഗ്രഹം കർത്താവ് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് നിസ. ഞാൻ ചാലക്കുടിയിലെ പോട്ട ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ മെയ് മാസത്തിൽ താമസിച്ചുള്ള ധ്യാനം കൂടിയിരുന്നു. വന്ന് എനിക്ക് 12 വർഷമായിട്ട് പീരീഡ്സ് ആകുമ്പോഴത്തേനും ഭയങ്കര വേദനയും നല്ല ബ്ലീഡിങ്ങും ആയിട്ടാണ്. ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാനിവിടെ ധ്യാനം കൂടാൻ വന്നത്. ധ്യാനം തുടങ്ങിയത് ഒരു ഞായറാഴ്ചയാണ്. ഞാനിവിടെ വന്നു. ആ ഞായറാഴ്ചയിലെ ഈവനിങ്ങുള്ള ശുശ്രൂഷ കൂടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് പീരീഡ്സ് ആവുകയും അന്ന് തന്നെ ഭയങ്കരമായിട്ട് വയറുവേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ആയി. ഭയങ്കര പെയിനാണ് എനിക്ക്. വയറുവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ തന്നെ ആണെങ്കിലും എനിക്ക് സ്വന്തമായിട്ടൊരു ജോലികളോ ഒന്നും ചെയ്യാൻ ആ സമയത്ത് പറ്റില്ല. ഒരു 3 ദിവസം ഞാൻ ബെഡ് റിഡനായിട്ട് തന്നെ കിടക്കും. ഹസ്ബൻഡാണ് എനിക്ക് വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു തരുന്നത്. എനിക്ക് 2 ചെറിയ കുട്ടികളാണ്. അപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെ ഇവിടെ ബാക്കിയുള്ള ധ്യാനം കൂടും എന്നാലോചിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ തിങ്കളാഴ്ച രാവിലെ ആയപ്പോഴത്തേനും
അങ്ങനെ ഭയങ്കരമായിട്ട് വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ആയി. അന്ന് ഈവനിങ് ഇവിടെ കുർബാനയ്ക്ക് കൊടുത്തപ്പോൾ ഞാൻ ഒരു മിഡിൽ ഭാഗത്താണ് കുർബാന സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അപ്പം അച്ഛൻ ഫ്രണ്ടിൽ നിന്ന് കുർബാന കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, പിന്നെ രക്തസ്രാവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തിയ ഈശോയ്ക്ക് എന്തായാലും എന്നെ സുഖപ്പെടുത്താൻ പറ്റും. അത് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അപ്പം ഞാനിങ്ങനെ കുർബാന സ്വീകരിക്കാൻ വേണ്ടി വരുമ്പോൾ അച്ഛൻ്റെ കാസയിലിരിക്കുന്ന ഈശോനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഈശോ, ഇന്നിപ്പോൾ കാസയിലിരിക്കുന്ന ഈശോയെ എനിക്ക് പൂർണ്ണ രൂപത്തിൽ നിന്നെ എനിക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ഈ അച്ഛൻ്റെ കാസയിലിരിക്കുന്നത് നീയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛൻ്റെ വസ്ത്രത്തിൻ്റെ തുമ്പിൽ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞ് ഞാൻ ആരും കാണാതെ നിലത്തുനിന്ന് എന്തോ വീഴുന്ന പോലെ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുനിഞ്ഞ് ഞാൻ ആ അച്ഛൻ്റെ വസ്ത്രത്തിൽ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഈശോ എനിക്ക് ഇതൊന്ന് സൗഖ്യപ്പെടുത്തി തരണം. ഒത്തിരി നാളായിട്ട് ഞാൻ ഈ ഒരു വേദനയും ബുദ്ധിമുട്ടും പോലെ ഒത്തിരി വിഷമിക്കുകയെന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് അവിടെ പോയിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ എനിക്കത് സൗഖ്യമായി. എനിക്ക് ഈ 5 ദിവസവും ആ ശുശ്രൂഷ ഒരു പെയിനോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇരുന്ന് കൂടാനും. പിന്നെ ഇപ്പം ഇത് 4ാമത്തെ മാസമാണ്. 10-12 വർഷമായിട്ട് ഞാൻ അത്ര അവസ്ഥയിലായിരുന്നു. ഇതിപ്പോൾ 4ാമത്തെ മാസമായി. എനിക്ക് യാതൊരു കുഴപ്പമില്ല. എനിക്കാണെങ്കിൽ ഇതുപോലെ തന്നെ ഓപ്പറേഷനൊക്കെ പറഞ്ഞ് ഒത്തിരി ഡോക്ടേഴ്സിനെ ഞങ്ങൾ മാറി മാറി കാണിച്ചിട്ട് ഒന്നും ഫലമുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഞാൻ ഈ ഒരു ധ്യാനം കൂടുന്നതും ഇങ്ങനെ ഒരു അത്ഭുത സൗഖ്യം എനിക്ക് ഈശോ തരുന്നതും. ഇതുപോലെ തന്നെ രണ്ടാമതായിട്ട് എനിക്ക് ഈ ധ്യാനത്തിൽ തന്നെ വെച്ച് വേറൊരു സൗഖ്യം കൂടി കിട്ടി. അന്ന് ഇവിടുന്ന് എല്ലാവർക്കും കൗൺസിലിംഗ് കൊടുക്കുമായിരുന്നു. അപ്പം ഞാൻ കൗൺസിലിങ്ങിന് എന്നെ ഞാൻ പോയി. അപ്പോൾ 2 ബ്രദർമാർ ഒരാളെ ആദ്യം ഒരു ദിവസം കൗൺസിലിംഗ് തന്നു. ആ ബ്രദർ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ തലയിൽ എന്തോ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്, നിനക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് തലവേദന വരാറില്ല, എന്നാലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ ഒന്ന് കൊണ്ട് കാണിച്ചു മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ രണ്ടാമതും ഒരു ബ്രദറിനെ ഇവർ കൗൺസിലിംഗ് ഇവിടുന്ന് തന്നു. ഞാൻ ആ ബ്രദറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു. ആ ബ്രദറും ഇതുപോലെ തന്നെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, മോളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്, തലയ്ക്ക് എന്തോ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്, അപ്പം നീ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് അതൊന്ന് കാണിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്നു. ഞാൻ ധ്യാനം കഴിഞ്ഞ് ചെന്നു, ഹസ്ബൻഡിനോട് പറഞ്ഞു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെന്നപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഒരു കണ്ണിൻ്റെ ഹോസ്പിറ്റലിലാണ്. കണ്ണിൻ്റെ അവിടെ അങ്കമാലി LF ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരവിടെ എൻ്റെ കണ്ണിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്തു. കണ്ണിൻ്റെ ടെസ്റ്റുകൾ മുഴുവനും ചെയ്തപ്പോൾ മാഡം പറഞ്ഞു, കണ്ണിൻ്റെ 2 ഞരമ്പിൻ്റെ അവിടെ നീര് വന്നിരിക്കുകയാണ്, അപ്പോൾ 15 ദിവസം മരുന്ന് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 15 ദിവസം ഒത്തിരി ടെസ്റ്റുകൾ അന്ന് ചെയ്തു. അതിലൊന്നും വേറെ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ 15 ദിവസത്തെ മരുന്ന് തന്ന് ഞങ്ങളെ വിട്ടു. പക്ഷെ 15 ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് യാതൊരു കുറവും ഇല്ല. അങ്ങനെ ഞങ്ങൾ 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും ചെന്നപ്പോൾ അവർ പറഞ്ഞു, എന്തായാലും ഒരു എമർജൻസി ആയിട്ട് ഒരു MRI എടുക്കാൻ പറഞ്ഞു, ഒരു ഡീറ്റെയിൽഡ് MRI. അപ്പോൾ ഞങ്ങളങ്ങനെ MRI എടുത്തു. MRI എടുത്ത വഴിക്ക് മാഡം നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ വിചാരിച്ചത് ട്യൂമറിൻ്റെ ലക്ഷണങ്ങളായിരുന്നു തലയിലൊക്കെ, അപ്പോൾ അതൊന്നുമില്ല, എന്തായാലും എത്രയും വേഗം ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിച്ചു. അപ്പോൾ സാറ് നോക്കിയിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, LLP എന്ന് പറഞ്ഞിട്ട് ഒരു ബോൺ മാരോ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അന്ന് തന്നെ. അങ്ങനെ ഞങ്ങൾ അത് ചെയ്തപ്പോഴത്തേനും അതിനകത്ത് എല്ലാ മനുഷ്യർക്കും ബ്രെയിനിൽ പ്രഷർ വരേണ്ടത് 25 ആണ്, എനിക്കത് 28 ആണ്. അപ്പോൾ അത് കണ്ണിനെ ഭയങ്കരമായിട്ട് ബാധിച്ചേനെ. എല്ലാ ഡോക്ടേഴ്സ് തന്നെ അത്ഭുതപ്പെടാണ്. അവർ ചോദിക്കുക, ഇതെങ്ങനെ അറിഞ്ഞു? ഇപ്പോൾ എല്ലാവരും കണ്ണ് രണ്ടിൻ്റെയും കാഴ്ചശക്തി പോയിട്ടാണ് ഇതറിഞ്ഞ് ഇവിടെ വന്ന് കണ്ണിൻ്റെ കാഴ്ചശക്തി പോയി കഴിയുമ്പോഴാണ് അവരറിയണത്. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും എന്നെ കണ്ടവർ പറയുന്നത്, ഞാൻ പ്രൊസീജിയർ റൂമിൽ ചെന്നപ്പോഴും എല്ലാവരും പറയുന്നത് തന്നെയാണ്, അപ്പോൾ എങ്ങനെ ഇത് അറിഞ്ഞു എന്നാണ് ചോദിക്കണേ. അപ്പോൾ ഇത് അറിയാനും എല്ലാം കാരണം ഈശോ തന്ന ഈ ഒരു വലിയ സൗഖ്യമാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന ഈശോയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊരു അതിശക്തമായൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ആ മകൾ ഇവിടെ എൽറുഹ താമസുള്ള ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു മകളാണ്. താമസുള്ള ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിശക്തമായി ബ്ലീഡിങ്, വർഷങ്ങളായിട്ടുള്ള ബ്ലീഡിങ്, ഒരിക്കലും മാറില്ലെന്ന് കരുതിയ ആ രോഗം, ആ മകൾ വിശ്വാസത്തോടെ ആ മകൾ പ്രാർത്ഥിക്കുകയാണ്, വിശ്വാസത്തിൻ്റെ ശക്തിയാണ് കാണിക്കുക. ഇവിടെ വിശുദ്ധ കുർബാന സ്വീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മകൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് അച്ഛൻ്റെ ഉടുപ്പിലൊന്ന് അല്പസമയം
ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഒരു രക്തസ്രാവക്കാരി സ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ ആ വിശ്വാസത്താൽ ഈ ഉടുപ്പിലൊന്ന് തൊട്ടാൽ മതി, കർത്താവിനെ സുഖപ്പെടുത്തും. വിശ്വാസികൾ വിശ്വാസിയായ അബ്രാഹത്തോടൊപ്പം അനുഗ്രഹം പ്രാപിക്കുന്നു എന്നാണ് ഗലാത്യ 3:9 തിരുവനന്തപുരത്തിൽ നമ്മൾ വായിക്കുക. ഒപ്പം യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് 5:15 പറയുകയാണ്, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. നമുക്ക് ആ മകളെ പോലെ വിശ്വസിക്കാം. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവികാണ് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തി എല്ലാവരും മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ സ്തുതിക്കുക. രോഗികളായ മക്കളെ രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിക്കുക. ബന്ധുക്കൾക്ക് മോചനം, അന്തർക്ക് കാഴ്ച ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ.